അച്ഛനും അമ്മയും ഇല്ലാത്ത രണ്ട് സഹോദരങ്ങൾ. ചേച്ചിയായ വൈജയന്തിയാണ് അനിയത്തിയായ ഗീതയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ചേച്ചിയായ വൈജയന്തി ഒരു ക്രിമിനൽ ലോയറാണ്. മാത്രവുമല്ല വിവാഹം കഴിഞ്ഞ് രണ്ട് കുട്ടികളുമുണ്ട്. പക്ഷേ ഡിവോഴ്സിനായും ശ്രമിക്കുക. ഡിവോഴ്സിനായിട്ടുള്ള കാരണം എന്തെന്നാൽ സഹോദരിയോട് തന്റെ ഭർത്താവ് മോശമായി പെരുമാറിയെന്ന്. ഇതെല്ലാം ഒരു വശത്ത് നടക്കവേ വൈജയന്തിയുടെ രണ്ട് കുട്ടികളും ഒരു ദിവസം കാണാതാകുന്നു. എന്നാൽ വൈജയന്തി ഡൽഹിയിൽ പോയ സമയമായിരുന്നു ഇതെല്ലാം സംഭവിച്ചത്. ഗീതയെ വിളിക്കുന്ന കിഡ്നാപ്പർ 15 ലക്ഷം രൂപ ആവശ്യപ്പെടുകയും ചെയ്തു. കാശൊന്നുമില്ലാത്ത ഗീത എന്ത് ചെയ്യാനാ? അവൾ കാശിനു വേണ്ടിയിട്ട് ഓടി നടക്കുകയാണ്. പറഞ്ഞ സമയത്ത് കാശ് എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ കുട്ടികളെ കൊന്നുകളയുമെന്നും കിഡ്നാപ്പേഴ്സ് പറയുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു? ആരാണ് കുട്ടികളെയൊക്കെ കടത്തിക്കൊണ്ടു പോയത്? വൈജയന്തിയുടെ ജീവിതം എന്തായി എന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം ബട്ടർഫ്ലൈ എന്ന തെലുങ്ക് സിനിമയുടെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. കഥ ആരംഭിക്കുന്നത് നഗരത്തിലെ പാലത്തിനടിയിൽ നിന്നും ഒരു കുട്ടിയുടെ ഡെഡ് ബോഡി കിട്ടുന്നത് കാണിച്ചുകൊണ്ടാണ്. വിവരമറിഞ്ഞ അവിടേക്ക് പോലീസുകാരും ചാനലുകാരും പിന്നെ കുട്ടിയുടെ പാരന്റ്സും ഒക്കെ എത്തുന്നു. കുട്ടിയുടെ അമ്മ ഒരുപാട് കരയുക. കിഡ്നാപ്പേഴ്സിനോട് ചോദിച്ച കാശ് തരാമെന്ന് പറഞ്ഞിട്ടും അവരെന്തിനാ എന്റെ കുഞ്ഞിനെ കൊന്നു കളഞ്ഞെന്ന് ചോദിച്ചാണ് അമ്മ കരയുന്നത്. കുട്ടി മിക്കവാറും കിഡ്നാപ്പേഴ്സിന്റെ മുഖം കണ്ടു കാണാം. അതുകൊണ്ടായിരിക്കാം കിഡ്നാപ്പേഴ്സ് കുട്ടിയെ കൊന്നു കളഞ്ഞിട്ടുണ്ടാവുക എന്നതാണ് പോലീസുകാർ മാധ്യമങ്ങളോട് പറയുന്നത്. ആ ഒരു സീൻ അവിടെ കട്ടായി ബട്ടർഫ്ലൈ നെസ്റ്റ് എന്നൊരു അപ്പാർട്ട്മെന്റ് ആണ് കാണിക്കുന്നത്. അവിടെയാണ് കഥാനായികയായ ഗീതയും ഗീതയുടെ സഹോദരിയായിട്ടുള്ള വൈജയന്തിയും വൈജയന്തിയുടെ രണ്ട് മക്കളും താമസിക്കുന്നത്. വൈജയന്തി ഒരു ക്രിമിനൽ ലോയറാണ്. ഗീത ഒരു ഫിനാൻസ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതും. ഗീതയ്ക്കൊരു കാമുകനുണ്ട്. ഒരു ദിവസം കാമുകൻ ഗീതയെ കാണുവാനായും എത്തും. എനിക്ക് വീട്ടിൽ വിവാഹാലോചനയൊക്കെ കൊണ്ടുവരിക. നീ ഇതുവരെയായിട്ടും നമ്മുടെ വിവാഹത്തെപ്പറ്റി സംസാരിക്കുന്ന കാര്യമൊന്നും പറയുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആകെയുള്ളത് എൻ്റെ ചേച്ചി മാത്രമാ. എൻ്റെ അച്ഛനും അമ്മയും മരണപ്പെട്ടതിന് ശേഷം ചേച്ചിയാണ് എന്നെ നന്നായിട്ട് വളർത്തിയത്. അതുകൊണ്ട് ചേച്ചിയുടെ ഇഷ്ടവും എനിക്ക് നോക്കണം. ചേച്ചി സമ്മതിച്ചാൽ മാത്രമേ നമ്മുടെ വിവാഹം നടക്കൂ എന്നും ഗീത പറയുന്നു. അഥവാ ചേച്ചി സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ നീ ഒരു വിവാഹത്തിന് സമ്മതിക്കില്ലേ എന്ന് കാമുകൻ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഗീത അവിടെ നിന്ന് പോകുന്നത്. ഗീത പിണക്കത്തിലാണെന്ന് മനസ്സിലാക്കി അവൻ പിന്നാലെ പോയി അവളെ സമാധാനിപ്പിക്കുകയും ചെയ്യും. ഒരു ദിവസം വൈജയന്തി വലിയൊരു കേസ് ജയിച്ചതിന്റെ സന്തോഷത്തിൽ വീട്ടിലേക്ക് വരികയായിരുന്നു. എന്നാൽ വൈജയന്തി 2-3 ഗുണ്ടകൾ ഫോളോ ചെയ്യുക. അത് വണ്ടിയുടെ ഗ്ലാസ്സിലൂടെ വൈജയന്തി കാണുകയും ചെയ്യുന്നുണ്ട്. ഡ്രൈവറിനോട് വണ്ടി നിർത്തുവാനായി പറഞ്ഞിട്ട് ധൈര്യത്തോടുകൂടി വൈജയന്തി പുറത്തേക്ക് ഇറങ്ങുന്നു. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ഗുണ്ടകളോട് ചോദിക്കുമ്പോൾ നീ ഞങ്ങളുടെ സാറിന്റെ കേസ് ഏറ്റെടുക്കണമെന്നാണ് ഗുണ്ടകൾ വൈജയന്തിയോട് പറയുന്നത്. എന്നാൽ വൈജയന്തി അതിന് തയ്യാറാകുന്നതേയില്ല. നിന്റെ വീട്ടില് നിന്റെ 2 മക്കളും നിന്റെ സഹോദരിയുമില്ലേ? നീ കേസ് ഏറ്റെടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ പറയണ്ടല്ലോ എന്ന് ഗുണ്ടകൾ വിരട്ടുമ്പോൾ അതേ സമയത്തായിരുന്നു അവരുടെ തലവൻ അവരെ വിളിക്കുന്നതും. വൈജയന്തി ഉടനെ തന്നെ ഗുണ്ടകളുടെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങി തലവനോട് സംസാരിക്കുന്നു. നീ ഒരു തെറ്റും ചെയ്യാതെയാണ് ജയിലിൽ കിടക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ പലതവണയും നിന്റെ കേസ് ഏറ്റെടുക്കണോ വേണ്ടേ എന്ന് ചിന്തിച്ചു. ഏറ്റെടുക്കാമെന്നാ കരുതിയത്. പക്ഷേ നിന്റെ ഈ കൂട്ടാളികൾ വന്നിട്ട് ഇവിടെ കാണിച്ച പ്രകടനമുണ്ടല്ലോ, അതുകൊണ്ട് നിന്റെ കേസ് ഏറ്റെടുക്കണ്ടെന്ന് ഞാനങ്ങ് കരുതി. നീ എന്തായാലും ജയിലിൽ കിടക്കുന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് വൈജയന്തി കാറിൽ കയറി പോകുന്നത്. വൈജയന്തിയെ വിരട്ടുവാനായിട്ട് ഗുണ്ടകളെ പറഞ്ഞു വിട്ടതില് ആ ഒരു നേതാവിന് കുറ്റബോധമൊക്കെ തോന്നുകയാണ്. അന്നേ ദിവസം വൈകുന്നേരം വൈജയന്തിയും ഗീതയും ഒക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുക. കാമുകനെ കുറിച്ച് ഗീത വൈജയന്തിയോട് പറയുന്നു. അവൻ വിവാഹത്തിന്റെ കാര്യം എന്നോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് കേട്ട് വൈജയന്തി ചോദിക്കുന്നത്, നീ അവനുമായുള്ള വിവാഹത്തിന് നീ എന്ത് പറഞ്ഞു? എസ് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു എന്നായിരുന്നു ഗീതയുടെ മറുപടിയും. എന്നാൽ വൈജയന്തി പറയുന്നത്, ഈ പ്രണയ വിവാഹമൊന്നും അത്ര നല്ലതൊന്നുമല്ല. ഞാനും പ്രണയിച്ചല്ലേ വിവാഹം കഴിച്ചത്. എന്നിട്ട് അവസാനം എന്തായി? ഞാൻ ഒരുപാട് അനുഭവിച്ചില്ലേ. അതുകൊണ്ട് പ്രണയ വിവാഹമൊന്നും വേണ്ട എന്ന് വൈജയന്തി പറയുമ്പോഴും അവൻ അങ്ങനെ ഒരാളല്ല എന്ന് പറഞ്ഞ് തന്റെ കാമുകനെ സപ്പോർട്ട് ചെയ്താണ് ഗീത സംസാരിക്കുന്നതും. ഗീതയുടെ ആഗ്രഹത്തിന് വൈജയന്തി എതിർന്ന് നിൽക്കുന്നതേയില്ല. അടുത്ത ദിവസം വൈജയന്തി ഡൽഹിയിലേക്ക് പോവുകയാണ്. മജിസ്ട്രേറ്റ് ആകുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സാമും ഇന്റർവ്യൂവും ഒക്കെ നടക്കുന്നത് കൊണ്ടാണ് ഡൽഹിയിലേക്ക് പോകുന്നതും. കുട്ടികളെ നന്നായിട്ട് നോക്കണമെന്നും കുട്ടികളുടെ പാരന്റ്സ് മീറ്റിങ്ങിന് നീ പോകണമെന്നും വൈജയന്തി ഗീതയോട് പറഞ്ഞിട്ടാണ് പോകുന്നത്. ചേച്ചിയെ യാത്ര അയച്ചതിനു ശേഷം ഗീത നേരെ തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് വരുന്നു. കുട്ടികളെയും ഒരുക്കി താഴേക്ക് ഇറങ്ങി വരികയാണ്. ലിഫ്റ്റിൽ പോകാമെന്ന് ഗീത പറയുമ്പോഴോ ഞങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങി വരാം. ആന്റി ലിഫ്റ്റിൽ പോകുവാനായിട്ടും കുട്ടികൾ ഗീതയോട് പറയുന്നു. എന്നാൽ ആരാദ്യം എത്തുമെന്ന് ബെറ്റ് വെക്കുകയാണ് കുട്ടികൾ. അതുകൊണ്ട് തന്നെ ഗീത വേഗം ലിഫ്റ്റിൽ താഴേക്ക് വന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. കുറെ നേരമായിട്ടും കുട്ടികൾ ഇറങ്ങി വരുന്നതേയില്ല. ഗീത ആകെ ടെൻഷനാകുവാനായും തുടങ്ങി. അവിടെ ആകെ അന്വേഷിക്കും.
പക്ഷേ കുട്ടികളെ കാണുന്നില്ല. സെക്യൂരിറ്റിയോടും പോയി ചോദിക്കുന്നു കുട്ടികൾ താഴെയെങ്ങാനും വന്നോ എന്ന്. എന്നാൽ സെക്യൂരിറ്റിയും കണ്ടില്ല എന്നാണ് പറഞ്ഞത്. പാർക്കിൽ പോയി അന്വേഷിക്കുന്നു, ജിമ്മിൽ പോയി അന്വേഷിക്കുന്നു, അപ്പാർട്ട്മെന്റിന്റെ ടെറസിൽ പോയി അന്വേഷിക്കുന്നു. പക്ഷേ കുട്ടികൾ അവിടെയൊന്നുമില്ല. അവിടേക്ക് അവരുടെ ഡ്രൈവറും എത്തുകയാണ്. ഡ്രൈവറിനോടും ഈ ഒരു വിവരം പറയും. അങ്ങനെ ഡ്രൈവറും ചേർന്ന് കുട്ടികളെ അന്വേഷിക്കുന്നു. പക്ഷേ കുട്ടികളെ കണ്ടു കിട്ടിയതേയില്ല. ഒടുവിൽ ഗീതയ്ക്ക് ഒരു ഐഡിയ തോന്നും. CC ക്യാമറ ഫുട്ടേജ് ഒക്കെ ചെക്ക് ചെയ്താൽ കുട്ടികൾ എവിടേക്കാണ് ഇറങ്ങിപ്പോയതെന്ന് അറിയാമല്ലോ എന്ന് കരുതി ഫുട്ടേജ് ചെക്ക് ചെയ്യുവാനായി എത്തുന്നു. അപ്പോഴാണ് ഇന്നത്തെ ഫുട്ടേജ് ഒന്നും റെക്കോർഡ് ആയിട്ടില്ല എന്നും വയറെല്ലാം മെലി കടിച്ചത് കൊണ്ട് തന്നെ ആകെ പ്രശ്നമാണെന്നും കൺട്രോൾ ചെയ്യുന്ന ആൾ പറയുന്നു. അത് കേട്ട് ഗീതയ്ക്ക് സങ്കടവും ദേഷ്യവും ഒക്കെ വരിക. ഗീത ഉടനെ തന്നെ തന്റെ കാമുകനായ വിശ്വയെ വിവരം അറിയിക്കും. വിശ്വയും അവിടേക്ക് എത്തുന്നു. രണ്ടുപേരും ചേർന്ന് അന്വേഷിക്കും. എന്നിട്ടും കുട്ടികളെ കാണുന്നതേയില്ല. ഒടുവിൽ വിശ്വ ഒരു ഐഡിയ പറയുന്നു. തന്റെ കൂട്ടുകാരനായ കാർത്തിക് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. കാർത്തികിനെ വിവരം അറിയിക്കാമെന്നും വിശ്വ പറയും. അങ്ങനെ വിശ്വയാണെങ്കിലോ തന്റെ കൂട്ടുകാരനായ കാർത്തികിനെ വിളിച്ചു വരുത്തുകയാണ്. കാർത്തിക് ആണെങ്കിലോ അവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതും. ആദ്യം അവർ ചെയ്തത് കുട്ടികൾ കാണാതായ അതേ സമയത്ത് വിസിറ്റേഴ്സ് ഒക്കെ ആരൊക്കെ വന്നിരുന്നുവെന്ന് ചെക്ക് ചെയ്യുകയാണ്. വിസിറ്റേഴ്സ് ബുക്കിൽ നിന്നും രണ്ടുപേരും രണ്ട് ഫ്ളാറ്റിലേക്ക് വന്നിരുന്ന കാര്യം അവർ കണ്ടെത്തുന്നു. ആ ഫ്ളാറ്റിൽ പോയി അന്വേഷിക്കുന്ന സമയത്ത് അവർക്ക് ആവശ്യമുള്ള ആളുകളാണ് വന്നിട്ട് പോയതും. അതിനുശേഷം ഗീതയും ഗീതയുടെ കാമുകനും കാർത്തിക്കും ചേർന്ന് അവിടെയുള്ള എല്ലാ ഫ്ളാറ്റിലും കയറി കുട്ടികളെ കണ്ടോ എന്നൊക്കെ അന്വേഷിക്കുകയാണ്. എന്നാൽ അവർ അന്വേഷിക്കുന്നതിനിടയ്ക്ക് ഒരു ഫ്ളാറ്റിന് മുന്നിലേക്ക് വരുന്നു. പക്ഷേ ആ ഒരു ഫ്ളാറ്റ് പൂട്ടിയിട്ടിരിക്കുകയാണ്. ആ ഒരു ഫ്ളാറ്റിന് മുന്നിലായിട്ട് ഗീത നിൽക്കുമ്പോൾ ജോലിക്കാരി പറയുന്നുണ്ട്, വർഷങ്ങളായിട്ട് ഇത് അടച്ചിട്ടിരിക്കുക, ഇവിടെയുള്ള ആളുകളൊന്നും ഇവിടെ താമസത്തിനില്ല എന്നുള്ള കാര്യവും വേലക്കാരി പറയുന്നു. അതുകൊണ്ട് അവർ അവിടെ ചെക്ക് ചെയ്യാതെയാണ് പോകുന്നതും. താഴേക്ക് എത്തുന്ന സമയത്ത് സെക്യൂരിറ്റി ഗീതയ്ക്കടുത്തേക്ക് വന്നിട്ട് കുട്ടികളുടെ ID കാർഡ് കൊടുക്കുകയാണ്. എന്നിട്ട് അതിനുള്ളിലായിട്ട് ഒരു മൊബൈൽ ഫോണും ഇരിക്കുന്നുണ്ട്. ആ മൊബൈൽ ഫോൺ ആണെങ്കിൽ റിങ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കോൾ എടുക്കുന്ന സമയത്ത് അതിൽ സംസാരിച്ചത് കിഡ്നാപ്പർ ആയിരുന്നു. നിങ്ങളുടെ 2 കുട്ടികളും എന്റെ കൈവശമുണ്ട്. പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാനോ വേറെ ആളുകളെ അറിയിക്കുവാനോ പാടില്ല. നിങ്ങൾ എനിക്ക് 15 ലക്ഷം രൂപ തരണം. ഇല്ല എന്നുണ്ടെങ്കിൽ കുട്ടികളെ ജീവനോടുകൂടി വിടില്ല എന്നാണ് ആ ഒരു കിഡ്നാപ്പർ പറയുന്നത്. മാത്രമല്ല അവളുടെ കയ്യിൽ ചെറിയൊരു ബോക്സ് ഇരിപ്പുണ്ട്. ആ ബോക്സ് ഓപ്പൺ ആക്കി നോക്കുവാനായും പറയുന്നുണ്ട്. അതിൽ ചേച്ചിയുടെ മകളുടെ പല്ലായിരുന്നു ഉണ്ടായിരുന്നത്. കുട്ടിയുടെ പല്ലടിച്ചിളക്കിയതാണോ എന്ന സംശയം ഗീതയ്ക്കുണ്ടാകുന്നു. എന്തിനാ കുട്ടികളെ ഇത്രയും ടോർച്ചർ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ 15 ലക്ഷം രൂപ തന്നാൽ കുട്ടികളെ തിരിച്ചു തരാമെന്നായിരുന്നു കിഡ്നാപ്പറുടെ മറുപടി. എന്റെ കയ്യിൽ ആകെ 5 ലക്ഷം മാത്രമേ ഉള്ളൂ എന്ന് ഗീത പറയുമ്പോൾ, എന്നാൽ ശരി, ഏതെങ്കിലും ഒരു കുട്ടിയെ തിരികെ തരാമെന്നും കിഡ്നാപ്പർ പറയുന്നു. പറ്റില്ല, 2 കുട്ടികളെയും വേണം, ഞാൻ എങ്ങനെയെങ്കിലും കാശൊപ്പിച്ച് തരാമെന്നും ഗീത പറയുകയാണ്. 15 ലക്ഷം രൂപ 2 മണിക്കൂറിനകം തരണമെന്ന് കിഡ്നാപ്പർ പറഞ്ഞതുകൊണ്ട് തന്നെ ഈ 2 മണിക്കൂറിനകത്ത് വെച്ച് എങ്ങനെ കാശൊപ്പിക്കുമെന്ന ടെൻഷനായി ഗീതയ്ക്ക്. ചേച്ചിയോട് ചോദിക്കാമെന്ന് കരുതി അവൾ ചേച്ചിയെ വിളിക്കുന്ന സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആണ്. എന്തെന്നാൽ ഡൽഹിയിലേക്ക് പോയ വൈജയന്തിക്കാണെങ്കിൽ ഒരു മൈൽഡ് അറ്റാക്ക് വന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. വേറെ ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്നതും. കാമുകനോട് ചോദിക്കുന്ന സമയത്തോ കാമുകന്റെ കയ്യിലും അത്രയ്ക്കും കാശൊന്നുമില്ലായിരുന്നു. അങ്ങനെ വേറെ വഴിയില്ലാതെ അവൾ നേരെ പോകുന്നത് ചേച്ചിയുടെ ഹസ്ബൻഡിനടുത്തേക്കാണ്. ചേച്ചിയുടെ ഹസ്ബൻഡിനടുത്തെത്തിയ ഗീത തനിക്ക് അത്യാവശ്യമായിട്ട് 10 ലക്ഷം രൂപ വേണമെന്ന് പറയുന്നു. എന്തിനാ നിനക്ക് ഇത്രയും കാശെന്ന് ചേച്ചിയുടെ ഹസ്ബൻഡ് ചോദിക്കുമ്പോൾ അതൊരു ആവശ്യത്തിനാണെന്നും ഗീത പറയും. അങ്ങനെ ചേച്ചിയുടെ ഹസ്ബൻഡാണെങ്കിൽ 5 ലക്ഷം രൂപയാണ് കൊണ്ടുവന്നത്. ഞാൻ 10 ചോദിച്ചെന്ന് ചോദിക്കുമ്പോൾ 5 ലക്ഷം രൂപയെ എനിക്കിപ്പോൾ തരാൻ കഴിയൂ. ഈ 5 ലക്ഷം രൂപ വേണ്ടെങ്കിൽ നീ പൊയ്ക്കോ, വേണമെന്നുണ്ടെങ്കിൽ ഈ മുദ്രപത്രത്തിൽ നീ ഒപ്പിട്ട് തരണമെന്നും ചേച്ചിയുടെ ഹസ്ബൻഡ് പറയുന്നു. മുദ്രപത്രം എന്തിനാണ് അവളെ കൊണ്ട് ഒപ്പിട്ട് വാങ്ങുന്നതെന്നാൽ സത്യത്തിൽ വൈജയന്തി ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഡിവോഴ്സ് ചെയ്യുവാനായിട്ട് കാരണമായി പറഞ്ഞിരിക്കുന്നത് വൈജയന്തിയുടെ ഹസ്ബൻഡ് ഗീതയോട് മോശമായി പെരുമാറിയെന്ന്. എന്നാൽ വൈജയന്തിയുടെ ഹസ്ബൻഡ് ഈ ഒരു കാര്യം കോടതിയിൽ തെളിയിച്ചു കഴിഞ്ഞാൽ തന്റെ മേൽ കേസ് വരുമെന്ന് ഹസ്ബൻഡിന് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടേയില്ല എന്ന് ഗീതയെ കൊണ്ട് ഒപ്പിട്ട് വാങ്ങുന്നതും. ഗീത വേറൊരു വഴിയുമില്ലാതെ കരഞ്ഞുകൊണ്ട് ആ ഒരു മുദ്രപത്രത്തിൽ ഒപ്പിട്ട് കൊടുക്കുന്നു. എന്നിട്ട് കിട്ടിയ 5 ലക്ഷം രൂപയും വാങ്ങിക്കൊണ്ട് പോവുകയാണ്. ഇതെന്തായാലും ചേച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകുമെന്നും ഗീതയ്ക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്തതും. ഇനിയൊരു 5 ലക്ഷം രൂപ കൂടി വേണമല്ലോ, അതെങ്ങനെ ഒപ്പിക്കുമെന്ന് ചിന്തിക്കുന്ന സമയത്താണ് തന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് അമ്മയുടെ സ്വർണ്ണമൊക്കെ ചേച്ചി എടുത്ത് വെച്ചിരിക്കുന്ന കാര്യം ഗീതയ്ക്ക് ഓർമ്മ വരുന്നത്. ആ സ്വർണം കൊണ്ടുവന്ന് വിറ്റ് അവൾ 5 ലക്ഷം രൂപ കൂടി ഒപ്പിക്കുന്നു. അങ്ങനെ 15 ലക്ഷം രൂപ അവൾ കഷ്ടപ്പെട്ട് ഒപ്പിച്ചിരിക്കുക. കിഡ്നാപ്പർ ആണെങ്കിലോ ഗീതയോട് താൻ പറയുന്ന സ്ഥലത്തേക്ക് കാശ് കൊണ്ടുവരണമെന്നും പറയുന്നു. എന്നിട്ട് അവളോട് അവിടുത്തെ മെട്രോ സ്റ്റേഷനിലേക്ക് എത്തുവാനായിട്ടാണ് പറഞ്ഞതുപോലെ തന്നെ ഗീത മെട്രോ സ്റ്റേഷനിലേക്കും എത്തുന്നു. എന്നിട്ട് അവളോട് ടിക്കറ്റ് എടുക്കുവാനായും പറയുകയാണ്. അവർ പറഞ്ഞ സ്റ്റേഷനിലേക്കാണ് അവൾ ടിക്കറ്റും എടുത്തിരിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞ സ്റ്റേഷനിലെത്തി മെട്രോയുടെ
ഡോറ് തുറന്നിട്ട് അടയ്ക്കാറാകുന്ന സമയം തന്നെ നിന്റെ കൈവശമുള്ള പണമടങ്ങിയ ബാഗ് ദൂരേക്ക് വലിച്ചെറിയണമെന്ന്. പറഞ്ഞതുപോലെ തന്നെ അവൾ കറക്റ്റ് സമയമായപ്പോൾ ബാഗ് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ഒരു മുഖംമൂടി ധരിച്ച ആൾ വന്നിട്ട് ബാഗും എടുത്തുകൊണ്ട് പോവുകയാണ്. പക്ഷേ കുട്ടികളുടെ ഒരു വിവരവുമില്ല. കിഡ്നാപ്പറിൽ നിന്നും കോളും വരുന്നതില്ല. അത് കാരണം ഗീതയ്ക്ക് ആകെ ടെൻഷനാകുന്നു. ചിലപ്പോൾ ഫ്ളാറ്റിലെത്തുമ്പോൾ അവിടെ കുട്ടികളുണ്ടെങ്കിലോ എന്ന് ചിന്തിച്ച് അവൾ നേരെ ഫ്ളാറ്റിലേക്ക് എത്തും. പക്ഷേ ഫ്ളാറ്റിലും കുട്ടികളില്ല. വീണ്ടും കിഡ്നാപ്പറിൽ നിന്നും കോള് വരികയാണ്. എന്തുകൊണ്ടാ കുട്ടികളെ തിരികെ അയക്കാത്തതെന്ന് അവൾ ചോദിക്കുമ്പോൾ, നീ ഞങ്ങളെ ചതിച്ചുവല്ലേ, നിന്നോട് പ്രത്യേകം പറഞ്ഞിട്ടില്ലേ പോലീസിൽ അറിയിക്കരുത്, ആരും ഈ ഒരു കാര്യം അറിയരുതെന്ന്. എന്നിട്ട് നീ എന്താ ചെയ്തത്? നീ ആ ഒരു പണമടങ്ങിയ ബാഗിൽ ഒരു ട്രാക്കർ വെച്ചിരുന്നുവല്ലേ, അത് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് കുട്ടികളെ വിട്ട് തരില്ല എന്നുള്ള കാര്യവും ഗീതയോട് കിഡ്നാപ്പർ പറയുന്നു. അത് കേട്ടതും ഗീതയ്ക്ക് ആകെ ടെൻഷനാകുവാനും തുടങ്ങി. ആരായിരിക്കും ട്രാക്കർ വെച്ചതെന്ന് അവൾ ചിന്തിക്കുകയാണ്. കാമുകനായ വിശ്വയോട് അവൾ ഈ ഒരു കാര്യം ചോദിക്കുമ്പോൾ താനാണ് ട്രാക്കർ വെച്ചതെന്നും വിശ്വ പറയുന്നു. അവൾക്ക് ആകെ ദേഷ്യം വരികയാണ്. വിശ്വയുമായിട്ട് ഗീത വഴക്കിടുകയും ഒക്കെ ചെയ്യും. വീണ്ടും കിഡ്നാപ്പറിൽ നിന്നും കോള് വരികയാണ്. ഒരു കാര്യം ചെയ്യാം, നീ ഇപ്പോൾ ഇങ്ങനൊരു തെറ്റ് ചെയ്തത് കൊണ്ട് തന്നെ നിന്റെ 2 കുട്ടികളിൽ ഒരു കുട്ടിയെ മാത്രം വിട്ടുതരാം, മറ്റൊരു കുട്ടിയെ താൻ കൊന്നുകളയുമെന്നും കിഡ്നാപ്പർ പറയുന്നു. അത് കേട്ട് ഗീത ഒരുപാട് കെഞ്ചുകയാണ്. എങ്കിലൊരു കാര്യം ചെയ്യാം, അടുത്ത 2 മണിക്കൂറിനകം വീണ്ടും ഒരു 15 ലക്ഷം രൂപ ഒപ്പിച്ചു വെക്കണം, ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരണം, ഇപ്പോൾ ചെയ്തതുപോലെ ഒന്നും ചെയ്യരുതെന്നും കിഡ്നാപ്പർ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്ത് കളയുന്നു. അവൾക്കിനി കാശ് എവിടെ നിന്ന് കിട്ടാനാ? ആകെ ടെൻഷനായി ഗീതയ്ക്ക്. ഗീതയാണെങ്കിലും നേരെ ചേച്ചിയുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ളവരെല്ലാവരെയും കോള് ചെയ്തിട്ട്, ഞാൻ വൈജയന്തിയുടെ സഹോദരിയാണ്, എനിക്ക് അത്യാവശ്യമായിട്ട് 15 ലക്ഷം രൂപ വേണമെന്ന് ആവശ്യപ്പെടുന്നു. പക്ഷേ എല്ലാവരും കോള് കട്ട് ചെയ്ത് കളയുകയോ അല്ലെങ്കിൽ വൈജയന്തി വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കോള് കട്ട് ചെയ്ത് കളയുന്നതും. ഒടുവിൽ MLA മാത്രം ഗീതയോട് തന്നെ കാണുവാൻ വരുവാനായിട്ട് പറയുന്നു. MLA കാണാനെത്തിയ ഗീത തനിക്ക് അത്യാവശ്യമായിട്ട് 15 ലക്ഷം രൂപ വേണമെന്നും ചേച്ചി വരുമ്പോൾ തിരികെ തരാമെന്നും പറയുന്നു. എന്നാൽ MLA ആണെങ്കിൽ 15 ലക്ഷം രൂപ ബാഗിൽ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഗീതയോട് പറയുന്നത്, നിന്റെ ചേച്ചി വൈജയന്തി വിളിച്ചിട്ട് പറയട്ടെ, അപ്പോൾ തരാമെന്നായിരുന്നു. എന്നാൽ ചേച്ചിയെ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ, അതിനെന്താ, ഞാൻ വെയിറ്റ് ചെയ്യാം, നിന്റെ ചേച്ചി കാരണമാ എനിക്ക് ഈ ഒരു സീറ്റ് തന്നെ കിട്ടിയത്, അതുകൊണ്ട് കാശ് തരുന്നതിനൊന്നും എനിക്ക് ബുദ്ധിമുട്ടില്ല, പക്ഷേ നിന്റെ ചേച്ചി വിളിക്കണമെന്ന് മാത്രമെന്നും MLA പറയുന്നു. വേറെ വഴിയില്ലാതെ ഗീത അവിടെ നിന്ന് പോവുകയാണ്. അവൾ ആകെ ഒരു സ്ഥലത്ത് പോയിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾക്കടുത്തേക്ക് ഒരാൾ ഓടി വരുന്നു. അയാളെ പോലീസ് ഓടിക്കുക. എന്നാൽ അയാൾ തന്റെ കൈവശമുണ്ടായിരുന്ന ചെക്ക് എടുത്ത് ഗീതയ്ക്ക് കൊടുത്തിട്ടാണ് അവിടെ നിന്നും ഓടിപ്പോകുന്നത്. അയാളുടെ കൈവശം ഇരിക്കുന്ന ചെക്ക് കാണുന്ന ഗീതയ്ക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നു. ചേച്ചിയുടെ പേരിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട് ബാങ്കിൽ. ഉടനെ തന്നെ ഗീതയാണെങ്കിലോ ചെക്കിൽ 15 ലക്ഷം രൂപ എഴുതി ചേച്ചിയുടെ കള്ളവൊപ്പം ഇട്ടിട്ട് ബാങ്കിൽ നിന്നും ചേച്ചിയുടെ പേരിലുള്ള 15 ലക്ഷം രൂപ പിൻവലിക്കുന്നു. എന്നിട്ട് ആ കാശ് കൊടുത്ത് എങ്ങനെയെങ്കിലും കുട്ടികളെ തിരിച്ചെടുക്കാമെന്നാണ് അവൾ കരുതിയിരിക്കുന്നതും. അങ്ങനെ 15 ലക്ഷം രൂപയും ഒപ്പിച്ചു വെച്ചിട്ട് കിഡ്നാപ്പർ പറഞ്ഞ സ്ഥലത്തേക്ക് കാറിലാണ് പോകുന്നത്. കാർ ഒരു സ്ഥലത്ത് ഒതുക്കിയതിനു ശേഷം മാറി നിൽക്കുവാനായിട്ടാണ് കിഡ്നാപ്പർ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഗീതയ്ക്കൊപ്പം അവളുടെ കാമുകനായ വിഷയും ഡ്രൈവറും ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും കാശെടുക്കാൻ വരുന്ന കിഡ്നാപ്പറിനെ പിടികൂടണമെന്നാണ് അവരുടെ മനസ്സിൽ. അതിനു വേണ്ടിയിട്ട് ഒളിച്ച് വെയിറ്റ് ചെയ്യുക. എന്നാൽ അതേസമയം അവിടെ മറ്റൊരാളിനെ ഗീതയും വിഷയും ഡ്രൈവറും ഒക്കെ കാണുകയാണ്. ഇനി അതാണോ കിഡ്നാപ്പർ എന്ന് ചിന്തിച്ച് അയാളെ പിടികൂടി ചോദ്യം ചെയ്യുന്ന സമയത്താണ്, ഞാൻ കാർത്തിക് പറഞ്ഞിട്ട് വന്ന പോലീസ് ഉദ്യോഗസ്ഥനാണെന്നും പറയുന്നത്. എന്നാൽ അതേസമയം അവർ കാറിനടുത്ത് ചെന്ന് നോക്കുമ്പോഴോ കാറിന്റെ ഡിക്കിയിൽ കാശേയില്ല. കാശ കിഡ്നാപ്പർ കൊണ്ടുപോയിരുന്നു. കുട്ടികളുമില്ല. അത് കാരണം അവൾക്ക് ആകെ ടെൻഷൻ. വീണ്ടും കിഡ്നാപ്പറിൽ നിന്നും കോൾ വരികയാണ്. നിന്നോടൊപ്പം ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടായിരുന്നല്ലേ, അതുകൊണ്ട് കുട്ടികളെ വിട്ടുതരില്ല. അഥവാ കുട്ടികളെ വേണമെങ്കിൽ വീണ്ടും 15 ലക്ഷം രൂപ ഒപ്പിക്കണമെന്നും 2 മണിക്കൂറിനകം താൻ പറയുന്ന സ്ഥലത്തേക്ക് കാശ് കൊണ്ടുവരണമെന്നും കിഡ്നാപ്പർ പറയുന്നു. ആകെ ഭ്രാന്തെടുത്ത അവസ്ഥയായി ഗീതയ്ക്ക്. ഇനി കാശ് എവിടെ നിന്ന് ഒപ്പിക്കുമെന്ന് അവൾ ചിന്തിക്കുന്ന സമയത്ത് വിഷു ഉടനെ തന്നെ അവളെയും കൂട്ടി തന്റെ വീട്ടിലേക്ക് പോകുന്നു. എന്നിട്ട് അച്ഛനോടും അമ്മയോടും താൻ പ്രണയിക്കുന്ന പെൺകുട്ടിയാണെന്ന് പറഞ്ഞിട്ട് നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു. ഒരു 15 ലക്ഷം രൂപ അത്യാവശ്യമായി വേണമെന്നും വിശ്വ പറയുമ്പോഴോ, ഇവൾ നിന്നെ പറ്റിക്കുകയാണെന്നാണ് അച്ഛന്റെ മറുപടി. എന്നാൽ അച്ഛനാണെങ്കിൽ കാശ് കൊടുക്കുവാനും തയ്യാറാകുന്നതുമില്ല. ഗീതയെ നന്നായിട്ട് അപമാനിക്കുകയും ചെയ്യുന്നുണ്ട്. ഗീത അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. ഗീത ഇറങ്ങിപ്പോയതിന്റെ ദേഷ്യത്തിൽ വിശ്വയും വീട് വിട്ടിറങ്ങുന്നു. അവിടെ നിന്നിറങ്ങിയ ഗീത നേരെ വരുന്നത് ഒരു അമ്പലത്തിലേക്കാ. എന്ത് ചെയ്യുമെന്നറിയാതെ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഗീതയ്ക്ക് പെട്ടെന്ന് തന്നെ തന്റെ ഓഫീസിലുള്ള മാനേജറിനെ പറ്റി ഓർമ്മ വരുന്നു. നേരെ മാനേജറിന്റെ അടുത്തേക്ക് എത്തുകയാണ്. മാനേജർ ഉള്ളത് മാനേജറിന്റെ വീട്ടിലും. തനിക്ക് അത്യാവശ്യമായിട്ട് 15 ലക്ഷം രൂപ വേണമെന്ന് ഗീത പറയുമ്പോഴോ, കാശിക്ക് തരാം, പക്ഷേ നീ എനിക്കിപ്പം ടൈം സ്പെൻഡ് ചെയ്യണമെന്നായിരുന്നു മാനേജർ ഉദ്ദേശിച്ചത്. എന്താണെന്നുള്ള കാര്യം ഗീതയ്ക്ക് മനസ്സിലായി. ദേഷ്യമെന്ന ഗീതയാണെങ്കിൽ, നിങ്ങളെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും കരുതിയില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. വീണ്ടും ഒരു അമ്പലത്തിന് മുന്നിൽ വന്ന് അവൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം തന്നെയായിരുന്നു അവൾക്കടുത്തേക്ക് വിശ്വ വരുന്നത്. വിശ്വ അവളുടെ കയ്യിൽ 15 ലക്ഷം രൂപ കൊടുക്കുന്നു. ഇത് എനിക്ക് അവകാശപ്പെട്ട കാശാണ്. എന്നോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനായി പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അവകാശപ്പെട്ട കാശ് മാത്രമേ എടുത്തുകൊണ്ട് വന്നുള്ളൂ. അത് നീ വെച്ചോ, നീ എന്തായാലും കുട്ടികളെ രക്ഷിക്കുവാനായിട്ട് നോക്കെന്നും പറഞ്ഞ് വിശ്വ ആ കാശ് ഏൽപ്പിക്കുന്നു. അവൾക്കും ഒരു
ഒരുപാട് സന്തോഷമായി. കാശുമായിട്ട് വരുന്ന ഗീതയാണെങ്കിലോ കിഡ്നാപ്പറിന്റെ കോളിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. എന്നാൽ അതേസമയം കിഡ്നാപ്പർ കോൾ ചെയ്യുന്നു. കാശ് റെഡിയായോ? എങ്കിൽ ഇത്തവണ വേലക്കാരിയുടെ കയ്യിൽ കാശ് കൊടുത്തു വിടണം. ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വേലക്കാരിയോട് വന്ന് വെയിറ്റ് ചെയ്യുവാനായും പറയണം. അപ്പോൾ ഞാൻ വന്ന് കാശ് വാങ്ങിക്കോളാമെന്നും കിഡ്നാപ്പർ പറയുന്നു. എന്നാൽ വേലക്കാരിയാണെങ്കിലോ എനിക്ക് പേടിയാകുന്നു എന്ന് പറഞ്ഞ് ബഹളം വെച്ച് കരയുവാനായും തുടങ്ങി. പക്ഷേ വേലക്കാരിയെ സമാധാനിപ്പിച്ച ഗീത എങ്ങനെയെങ്കിലും കാശ് കൊണ്ടുപോയി കുട്ടികളെ രക്ഷിച്ചു കൊണ്ടുവരണമെന്നും ഗീത വേലക്കാരിയോട് പറയുന്നു. അതേ സമയമായിരുന്നു അവിടെ ഉണ്ടായിരുന്നവരുടെ ഡ്രൈവറാണെങ്കിൽ ഡ്രസ്സ് മാറുവാനായിട്ട് പോകുന്നത് ഗീത ശ്രദ്ധിക്കുന്നത്. ഡ്രൈവറിന്റെ ഉടുപ്പിലാണെങ്കിലോ ചെറുതായിട്ടൊന്ന് ചായ ചരിഞ്ഞു. അതുകൊണ്ട് ഡ്രസ്സ് മാറുവാനായിട്ട് പോയതാ. അവിടെ നിന്നും ഷർട്ട് ഊരുന്ന സമയത്താണ് ഡ്രൈവറിന്റെ കയ്യിൽ ഒരു ടാറ്റു കാണുന്നത് ഗീത. ആ ടാറ്റു കാണുന്ന ഗീതയ്ക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നു. ഇടയ്ക്ക് വെച്ച് കിഡ്നാപ്പറാണെങ്കിൽ കുട്ടികളുടെ ഒരു വീഡിയോ ഗീതയ്ക്ക് അയച്ചു കൊടുത്തിരുന്നു. അതിൽ കിഡ്നാപ്പറിനെയും കാണുവാനെയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കിഡ്നാപ്പറിന്റെ കയ്യിലും ഇതുപോലൊരു ടാറ്റു ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന സംശയം ഗീതയ്ക്കുണ്ടാവും. ഈ ഒരു സംശയം വിഷയോടും പറയുകയാണ്. പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയി നന്നായിട്ട് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ സത്യം അറിയുവാൻ കഴിയുമെന്ന് ഗീത വിഷയോട് പറയും. നിങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഡ്രൈവറല്ലേ, അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് വിഷു ചോദിക്കുമ്പോൾ അറിയില്ല. പക്ഷേ ഈ ഒരു ടാറ്റുവും ഞാൻ കണ്ട ആളിന്റെ കയ്യിലെ ടാറ്റുവും സെയിം ആണ്. ഇവർക്ക് എന്തോ കണക്ഷൻ ഉണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നുവെന്നും ഗീത പറയും. അതേസമയം ബേബിയാണെങ്കിലോ കിഡ്നാപ്പറിന് കാശ് കൊടുക്കുവാനായിട്ട് പോവുകയാണ്. കിഡ്നാപ്പർ പറഞ്ഞ സ്ഥലത്തേക്ക് കാശും വെച്ചിട്ട് ബേബി തിരികെ വരികയും ചെയ്യുന്നു. എന്നാൽ അപ്പോഴേക്കും ഗീതയാണെങ്കിലോ ഡ്രൈവറിനെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരുന്നു. കാർത്തിക് അയാളെ ഒരുപാട് ചോദ്യം ചെയ്യുകയാണ്. എന്നാൽ അയാളാണെങ്കിൽ ഒന്നും തന്നെ തുറന്നു പറയുവാനായിട്ടും തയ്യാറാകുന്നതേയില്ല. അതേസമയം തന്നെയായിരുന്നു കാർത്തിക് ഈ ഡ്രൈവറിന്റെ വീട്ടിൽ പോയി അന്വേഷിച്ചാൽ എന്തെങ്കിലും കിട്ടുമല്ലോ എന്ന് പറയുന്നതനുസരിച്ച് നേരെ ഗീതയും വിഷയും കൂടി ഡ്രൈവറിന്റെ വീട് പരിശോധിക്കുവാനായി പോകുന്നു. അതേസമയമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഒരു പെട്ടിക്കടയ്ക്കടുത്ത് ഒരാൾ നിൽക്കുന്നത് കാണുന്നത്. ഇവരാണെങ്കിൽ 15 ലക്ഷം രൂപ കാശ് കൊടുത്തു വിട്ടത് ചെറിയൊരു ബാഗിലായിരുന്നു. അതേ ബാഗ് അയാളുടെ കയ്യിലിരിക്കുന്നതും ഗീത ശ്രദ്ധിക്കും. ഗീത ഉടനെ തന്നെ അയാൾക്കടുത്തെത്തുന്ന സമയത്താണ് അത് ആ ഒരു അപ്പാർട്ട്മെന്റിലെ CCTV ടെക്നീഷ്യൻ ആണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായത്. നിന്റെ കൈവശം എങ്ങനെ ഈ ബാഗ് വന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് അയാൾ ഓടിക്കളയുകയാണ്. വിഷു അയാളെ ഫോളോ ചെയ്ത് പോവുകയും ചെയ്യുന്നു. എന്നാൽ ദേവി അവിടെ നിന്ന് നേരെ പോകുന്നത് ആ ഒരു ഡ്രൈവറിന്റെ വീട്ടിലേക്കാണ്. ഡ്രൈവറിന്റെ വീടെത്തി അവിടെ മാകി പരിശോധിക്കുന്ന സമയത്ത് വേലക്കാരിയായ ബേബിയുടെയും CC ക്യാമറ ടെക്നീഷ്യന്റെയും ഫോട്ടോയൊക്കെ ആ വീട്ടിലിരിക്കുന്നതായിട്ടും കാണുന്നു. അത് കാണുന്ന ഗീതയ്ക്ക് ഇതെന്താ ഇവരുടെയൊക്കെ ഫോട്ടോ ഇവിടെ ഇരിക്കുന്നത് എന്നൊരു ചിന്തയും ഉണ്ടാകുന്നു. അതേ സമയം തന്നെയായിരുന്നു ഗീതയ്ക്ക് പിന്നിലൂടെ ഒരാൾ വന്ന് അവളുടെ തലക്കടിച്ച് വീഴ്ത്തുന്നതും. അവളാണെങ്കിൽ എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അവളുടെ വീട്ടിലെ ജോലിക്കാരിയായ ബേബിയാണ്. ബേബി, നീയോ? നീ എന്തിനാ എന്നെ ഇങ്ങനെ തല്ലിയതെന്ന് ചോദിക്കുമ്പോൾ അതെ, ഞാൻ തന്നെ അടി, ഞാനാ നിന്റെ വീട്ടിലെ കുട്ടികളെയൊക്കെ കടത്തിക്കൊണ്ട് പോയത് എന്നുള്ള കാര്യം ബേബി പറയുന്നു. ബേബിയാണെങ്കിലോ ഗീതയെ ഒരുപാട് ഉപദ്രവിക്കുകയാണ്. തന്റെ കുട്ടികളെ കടത്തിക്കൊണ്ടുപോയത് ബേബിയാണെന്ന് അറിഞ്ഞതോടുകൂടി ഗീതയ്ക്ക് വല്ലാതെ ദേഷ്യം വരുന്നു. ഗീത അവിടെയുണ്ടായിരുന്ന കമ്പിയെടുത്ത് ബേബിയുടെ തലക്കടിക്കുകയാണ്. വലിയൊരു ഫൈറ്റ് തന്നെ നടക്കും. ആ ഫൈറ്റിനൊടുവിൽ എന്തിനാണ് ഇവർ കുട്ടികളെയൊക്കെ കടത്തിക്കൊണ്ട് പോയത് എന്നുള്ള കാര്യമൊക്കെ തുറന്നു പറയുന്നു. കാശിനു വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും ഇങ്ങനെ ചെയ്തത്. മാത്രവുമല്ല ഈ ഡ്രൈവർ യഥാർത്ഥത്തിൽ ബേബിയുടെ അച്ഛനാണ്. അതേ സമയം തന്നെയായിരുന്നു മറ്റൊരാൾ അവിടേക്ക് വരുന്നിട്ട് ഗീതയെ അടിച്ചു വീഴ്ത്തുന്നതും. അത് മറ്റാരുമല്ല, ആ ഒരു അപ്പാർട്ട്മെന്റിലെ സെക്യൂരിറ്റിയാണ്. സെക്യൂരിറ്റി യഥാർത്ഥത്തിൽ ബേബിയുടെ സഹോദരന. ഇവരെല്ലാവരും ഒരു ഗ്യാങ് ആണ്. അതേ സമയമായിരുന്നു വിഷുവിൽ നിന്നും ഗീതയ്ക്ക് കോൾ വരുന്നത്. കോൾ എടുക്കുന്ന സമയത്ത് വിഷു പറയുന്നതോ യഥാർത്ഥത്തിൽ ആ ഒരു CCTV ടെക്നീഷ്യൻ ബേബിയുടെ ഹസ്ബൻഡാണ്. ഇവരെല്ലാവരും ചേർന്നാണ് കുഞ്ഞുങ്ങളെ കടത്തിക്കൊണ്ട് പോയത്. നമ്മുടെ 2 കുട്ടികളെയും ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. പിള്ളേരൊക്കെ സേഫ് ആണെന്നുള്ള കാര്യം വിഷു പറയുമ്പോഴാണ് ഗീതയ്ക്ക് സമാധാനമായതും. ഗീത എഴുന്നേറ്റ് സെക്യൂരിറ്റിയും പിന്നെ ബേബിയും ഒരുപാട് തല്ലുന്നു. തല്ലി ചതച്ചിടുന്ന സമയത്തായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരും അവിടേക്ക് വരുന്നത്. അങ്ങനെ എല്ലാവരെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. കുടുംബത്തോടെ ഗ്യാങ്ങായിട്ട് ചേർന്നാണ് കുട്ടികളെയൊക്കെ കടത്തിക്കൊണ്ട് പോയതും. മാത്രമല്ല ഒരു കുഞ്ഞിനെ കൊല്ലുകയും ചെയ്തല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു കുടുംബത്തിന്റെ മുഴുവൻ പേരിലും കേസെടുക്കുകയും ഒക്കെ ചെയ്യുന്നു. ബേബിയും കൂട്ടരും കുട്ടികളെ കൊണ്ടുവന്ന് അടച്ചിട്ടിരുന്നത് സത്യത്തിൽ അവരെല്ലാ ഫ്ലാറ്റും കയറി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഫ്ലാറ്റ് മാത്രം ലോക്ക് ചെയ്തിട്ടിരുന്നല്ലോ. അവിടെ ആരും താമസമില്ല എന്ന് ബേബി എന്ന് പറഞ്ഞിരുന്നു. അതേ ഫ്ലാറ്റിൽ തന്നെയാണ് കുട്ടികളെ ബേബി പൂട്ടിയിട്ടിരുന്നത്. എല്ലാ ഫ്ലാറ്റിലും ബേബി ജോലിക്ക് പോകുമായിരുന്നു. അങ്ങനെ ആ ഒരു ഫ്ലാറ്റിൽ താമസമില്ലാത്ത ആളുകളാണെങ്കിൽ ബേബിയുടെ കൈവശം താക്കോൽ ഏൽപ്പിച്ചിട്ടാണ് അവർ വിദേശത്തേക്ക് പോയത്. ആ ഒരു ഫ്ലാറ്റാണ് ഇപ്പോൾ കുട്ടികളെ കടത്തിക്കൊണ്ട് പോകുവാനായിട്ട് ബേബി ഉപയോഗിച്ചതും. അങ്ങനെ ഫ്ലാറ്റിൽ നിന്നും കുട്ടികളെയും കണ്ടെത്തിയത് കൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമാവുകയാണ് ഗീതയ്ക്ക്. കുട്ടികളെ തിരിച്ചു കിട്ടിയതിന്റെ സമാധാനത്തിലിരിക്കുകയാണ് ഗീത. അടുത്ത ദിവസം വൈജയന്തിയും തിരികെ വരുന്നു. ആ ഒരു സീൻ അവിടെ കട്ടായി. പിന്നീട് കാണിക്കുന്നത് വൈജയന്തിയും കുട്ടികളും ഗീതയും വിഷയും എല്ലാം ഇരുന്ന് ന്യൂസ് കാണുകയാണ്.
ന്യൂസിൽ കാണിക്കുന്നത് എന്തെന്നാൽ കുട്ടികളെ കടത്തിക്കൊണ്ട് പോയ കേസിൽ ജയിലിലായ ബേബിയും ടീമും ഉണ്ടല്ലോ, അവർ ജയിലിൽ നടന്ന അടിപിടിയിൽ അവർ മരണപ്പെട്ടു പോയി. ആ ഒരു ന്യൂസാണ് കാണിക്കുന്നത്. അത് കണ്ട് വൈജയന്തി പുഞ്ചിരിക്കുകയും ജയിലിലുള്ള ഒരാളെ കോൾ ചെയ്യുകയും ചെയ്യുന്നു. അത് മറ്റാരുമല്ല, വൈജയന്തി എന്ന് കേസ് ജയിച്ചിട്ട് വരുന്ന സമയത്ത് ഒരു ഗുണ്ടാ നേതാവിന്റെ ആളുകളാണെങ്കിൽ വൈജയന്തിയെ ഫോളോ ചെയ്ത് വന്നല്ലോ, അയാളുടെ കേസ് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് ആ ഒരു ഗുണ്ടാ നേതാവിനെയാണ് ഇപ്പോൾ വൈജയന്തി കോൾ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഗുണ്ടാ നേതാവിന് നന്ദിയും പറയുന്നു. അതിനുശേഷം ഞാൻ നിങ്ങളുടെ കേസ് ഏറ്റെടുക്കാം, നിങ്ങളെ ഞാൻ പുറത്തിറക്കാമെന്നും വൈജയന്തി പറഞ്ഞിട്ടാണ് കോള് കട്ട് ചെയ്ത് കളയുന്നത്. അതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാമല്ലോ, ജയിലിലേക്ക് എത്തിയ ബേബിയും ടീമിനെയും വൈജയന്തി പറഞ്ഞിട്ട് കൊന്നുകളഞ്ഞത് മറ്റാരുമല്ല, ഈ ഒരു ഗുണ്ടാ നേതാവാണെന്ന്. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.